ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നിങ്ങൾ തംബ്നെയിൽ കണ്ടതുപോലെ ഏഞ്ചൽ വണ്ണിൽ എങ്ങനെ ഫ്രീ ആയിട്ടൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. ഏഞ്ചൽ വണ്ണിൽ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ലേറ്റസ്റ്റ് പ്രോസസ്സിനെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് വെറും 5 മിനിറ്റിനുള്ളിൽ നമുക്ക് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ കൃത്യമായി മനസ്സിലാകുന്നതിന് വേണ്ടി വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജിലേക്കാണ് വരുന്നത്. അത് കഴിഞ്ഞ് നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞ് താഴത്തെ ബോക്സ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു OTP നിങ്ങളുടെ ആ മൊബൈൽ നമ്പറിലേക്ക് വരും. അത് എൻ്റർ ചെയ്ത് കണ്ടിന്യൂ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ ഫുൾ നെയിം ഇവിടെ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കണ്ടിന്യൂ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അത് കഴിയുമ്പോൾ ഇവിടെ നിങ്ങളുടെ ഇമെയിൽ ID ഇവിടെ എൻ്റർ ചെയ്യുക. ഇമെയിൽ ID എൻ്റർ ചെയ്തിട്ട് കണ്ടിന്യൂ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അത് കഴിയുമ്പോൾ നിങ്ങളുടെ ഇമെയിൽ IDയിലേക്ക് ഒരു OTP വരും. അപ്പോൾ 30 സെക്കൻഡ്സ് ഉള്ളൂ. ഉടനെ തന്നെ ഇമെയിൽ ഓപ്പൺ ചെയ്ത് OTP എൻ്റർ ചെയ്യുക. അതിന് സബ്മിറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അത് കഴിയുമ്പോൾ നിങ്ങളുടെ പാൻ കാർഡ് ഡീറ്റെയിൽസ് ഇതിലേക്ക് എൻ്റർ ചെയ്യണം. നിങ്ങളുടെ പാൻ കാർഡിൻ്റെ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കണ്ടിന്യൂ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അത് കഴിയുമ്പോൾ നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നതിന് വേണ്ടി ഒരു കൺസെൻറ്റ് ചോദിച്ചിട്ടുണ്ട്. അത് അലോ ക്ലിക്ക് ചെയ്യുക. അത് കഴിയുമ്പോൾ നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ നമ്പർ ഇവിടെ കൃത്യമായി എൻ്റർ ചെയ്യുക. നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞ് നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. OTP എൻ്റർ ചെയ്ത് കഴിഞ്ഞ് സബ്മിറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് 6 ഡിജിറ്റുള്ളൊരു പിൻ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പിൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് ഡൺ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്തായിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നതിന് വേണ്ടി ഒരു കൺസെൻറ്റ് ചോദിച്ചിട്ടുണ്ട്. അത് അലോ ക്ലിക്ക് ചെയ്യുക. അത് കഴിയുമ്പോൾ വി ആർ സക്സസ്ഫുള്ളി റിസീവ്ഡ് ഡോക്യുമെൻറ്റ്സ്, ഇതുവരെയുള്ള ഡോക്യുമെൻറ്റ്സ് സക്സസ്ഫുൾ ആയിട്ട് റിസീവ് ആയിട്ടുണ്ട്. അപ്പോൾ ഉടനെ തന്നെ അടുത്ത പേജിലേക്ക് റീഡയറക്റ്റ് ആവുന്നതാണ്. അപ്പോൾ അടുത്തായിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ലിങ്ക് ചെയ്യണം. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക. അത് കഴിഞ്ഞ് ആ നമ്പർ ഒന്നുകൂടി താഴെ എൻ്റർ ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മുടെ IFSC കോഡ് ഇവിടെ എൻ്റർ ചെയ്യുക. അത് കഴിഞ്ഞ് കണ്ടിന്യൂ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇത്തരം കാര്യങ്ങൾ ചെയ്യുക. അത് കഴിയുമ്പോൾ ഒരു ലൊക്കേഷൻ ആക്സസ് ചോദിച്ചിട്ടുണ്ട്. അത് ഗോട്ട് ഇറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അടുത്തായിട്ട് ഒരു സെൽഫി വെരിഫിക്കേഷൻ ഉണ്ട്. താഴെ കാണുന്ന ക്ലിക്ക് സെൽഫി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വെബ് ക്യാം ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ടുള്ളൊരു സെൽഫിയിലേക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. വളരെ കൃത്യമായിട്ട് തെളിഞ്ഞ രീതിയിലുള്ളൊരു സെൽഫിയിലേക്ക് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ അടുത്തായിട്ട് ഈ പേജിൽ നമ്മളൊരു സൈൻ ചെയ്യണം. നമ്മൾ ഡിജിറ്റലായിട്ട് ഒരു സൈൻ ചെയ്യുക. ഈ കാണുന്ന ബോക്സിൽ നമ്മുടെ ഫിംഗർ ഉപയോഗിച്ച് വളരെ കൃത്യമായിട്ട് സൈൻ ചെയ്യുക. അത് കഴിഞ്ഞ് സബ്മിറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്തായിട്ട് F&O കറൻസി കമ്മോഡിറ്റീസ് ഇതുപോലെ ആക്ടിവേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിന് 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അത് ഇവർ ഓട്ടോമാറ്റിക്കായിട്ട് ഇവരെടുത്തോളും. അതിനുവേണ്ടി നമ്മുടെ മൊബൈൽ നമ്പറും നമ്മുടെ ബാങ്കും ഇവിടെ എൻ്റർ ചെയ്യുക. അത് കഴിഞ്ഞ് കണ്ടിന്യൂ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അത് കഴിയുമ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP കൃത്യമായി എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കൺഫേം എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കും. അപ്പോൾ താഴെ ഇവരുടെ ഏഞ്ചൽ വണ്ണിൻ്റെ അക്കൗണ്ടായിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യുകയാണ്. അപ്പോൾ താഴെ കാണുന്ന ലിങ്ക് ആൻഡ് പ്രൊവൈഡ് കൺസെൻറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അതിലേക്ക് ലിങ്ക് ചെയ്യാം. പിന്നെ അടുത്തായിട്ട് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. നമ്മുടെ ആനുവൽ ഇൻകം ചോദിച്ചിട്ടുണ്ട്. നമ്മളത് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് താഴെ കാണുന്ന ബോക്സ് ടിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് നെക്സ്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് എംപ്ലോയ്മെൻറ്റ് ടൈപ്പ് ചോദിച്ചിട്ടുണ്ട്. അത് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് നെക്സ്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അടുത്തതായിട്ട് കുറച്ച് അഡീഷണൽ ഡീറ്റെയിൽസ് വെച്ചിട്ട് നമ്മുടെ ഫാദറിൻ്റെ നെയിം, അതുപോലെ തന്നെ ജെൻഡർ, മാരിറ്റൽ സ്റ്റാറ്റസ് ഇത്രയും എൻ്റർ ചെയ്യുക. അത് കഴിഞ്ഞ് കണ്ടിന്യൂ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. പിന്നെ ഇപ്പോൾ നമുക്ക് നോമിനി ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. 3 നോമിനി വരെ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ആഡ് ചെയ്യുന്നില്ലെങ്കിൽ ഡു ഇറ്റ് ലേറ്റർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് ഓപ്പണിംഗ് ഫോമിൻ്റെ ഒരു പ്രിവ്യൂ നമുക്കിവിടെ കാണാൻ സാധിക്കും. അത് നോക്കിയിട്ട് താഴെ കാണുന്ന പ്രൊസീഡ് ടു ഇ-സൈൻ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ അതാണ് നമ്മുടെ ലാസ്റ്റ് പ്രോസസ്സിലേക്കാണ് ഇനി പോകുന്നത്. ഇനി നമുക്ക് ഇ-സൈൻ ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ആധാർ കാർഡിൻ്റെ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത് കഴിഞ്ഞ് താഴെ സെൻഡ് OTP എന്നൊരു ഓപ്ഷൻ വരും. അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് ഒരു OTP വരും. ആ OTP ഇവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞ് വെരിഫൈ OTP എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഉടനെ തന്നെ നമ്മുടെ ഏഞ്ചൽ വണ്ണിൻ്റെ അക്കൗണ്ട് പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് മെസ്സേജ് കാണുന്നതാണ്. 3 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നമ്മുടെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആവുമെന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ 24 മണിക്കൂറിനുള്ളിൽ നമ്മുടെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആവുന്നതാണ്.
അപ്പോൾ വെറും 5 മിനിറ്റ് പോലും വേണ്ടി വന്നില്ല നമുക്ക് ഈ അക്കൗണ്ട് ഓപ്പണിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ. ഇനി നമുക്ക് ഏഞ്ചൽ വണ്ണിൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇതൊക്കെ അലോ ചെയ്യുക. ഇനി നമുക്ക് ലോഗിൻ ചെയ്യുക. ഇനി നമ്മുടെ മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ഗ്രാൻഡ് പെർമിഷൻ കൊടുക്കുക. അത് കഴിയുമ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP ഇവിടെ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് ഇവർ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഇതിലുള്ള ഓപ്ഷൻസ് എല്ലാം ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും കൃത്യമായ വിവരങ്ങൾ നൽകിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ഫ്രണ്ട്സ്.